ഫിസിക്സിലെ തേർഡ് ചാപ്റ്റർ ആണ് ദ വേൾഡ് ഓഫ് കളേഴ്സ് ആൻഡ് വിഷൻ. വൗ, ദിസ് ഗാർഡൻ ഈസ് സോ ബ്യൂട്ടിഫുൾ. ഈ പൂന്തോട്ടം വളരെ മനോഹരമാണ്. വി സീ ഓൾ ദീസ് ഫ്ലവേഴ്സ് ഇൻ ദ സെയിം ലൈറ്റ്. ഒരേ ലൈറ്റിലാണ്, ഒരേ പ്രകാശത്തിലാണ് നമ്മൾ ഈ എല്ലാ പൂക്കളെയും കാണുന്നത്, അല്ലെ? സൺലൈറ്റിലാണ് നമ്മൾ ഈ പൂക്കളെയൊക്കെ കാണുന്നത്. സ്റ്റിൽ വൈ ഡു ദേ അപ്പിയർ ഇൻ ഡിഫറെന്റ് കളേഴ്സ്? എന്നിട്ടും അവ എന്തുകൊണ്ടാണ് വ്യത്യസ്ത കളറുകളിൽ കാണപ്പെടുന്നത്? നോക്കുക, സൺലൈറ്റ് ഈസ് ആക്ച്വലി എ മിക്സ്ചർ ഓഫ് ഡിഫറെന്റ് കളേഴ്സ്. സൂര്യപ്രകാശം എന്ന് പറയുന്നത് ഇറ്റ്സ് എ മിക്സ്ചർ ഓഫ് ഡിഫറെന്റ് കളേഴ്സ്, അതായത് കുറേയധികം വർണ്ണങ്ങളുടെ ഒരു മിശ്രിതമായിട്ടുള്ള ഒരു രൂപമാണ് സൂര്യപ്രകാശം എന്ന് പറയുന്നത്. ഇത് ഒരു റെഡ് കളറുള്ള ഫ്ലവറിൽ ഫാൾ ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്ന ആ ലൈറ്റ് ഉണ്ടല്ലോ, അത് റെഡ് കളർ ലൈറ്റ് ആയിരിക്കും. ഞാൻ ഒന്നുകൂടി പറയാം. അതായത് സൂര്യപ്രകാശത്തിൽ ഒന്നിലധികം വർണ്ണങ്ങൾ, കുറേ വർണ്ണങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്ന് നമുക്കറിയാം. നമുക്ക് റെയിൻബോ അറിയാമല്ലോ, മഴവില്ല്, അത് അതിൻ്റെ ഒരു തെളിവല്ലേ, ഇതിൽ ഒന്നിലധികം വർണ്ണങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതിന്. അപ്പോൾ സൺലൈറ്റ് ഒരു റെഡ് കളറുള്ള ഫ്ലവറിൽ ഫാൾ ചെയ്യുമ്പോൾ ഇതിൽ റെഡ് കളർ ഒഴികെ ബാക്കി എല്ലാ ലൈറ്റിനെയും, മറ്റെല്ലാ കളേഴ്സിനെയും ആ ഒരു ഫ്ലവർ അബ്സോർബ് ചെയ്യുന്നു. അതായത് വയലറ്റ്, ഇൻഡിഗോ അതുപോലുള്ള എല്ലാ കളറിനെയും ഈ ഒരു റെഡ് ഫ്ലവർ അബ്സോർബ് ചെയ്യുന്നു. എന്നിട്ട് റെഡ് കളറിലുള്ള ലൈറ്റിനെ മാത്രം, ആ റെഡ് കളറിനെ മാത്രം ഇതെന്ത് ചെയ്യുന്നു? റിഫ്ലക്റ്റ് ചെയ്യുന്നു. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഫ്ലവറിനെ റെഡ് കളറിൽ കാണുന്നത്. ഇനി ഈ സൺലൈറ്റ് ഒരു വയലറ്റ് കളറുള്ള ഫ്ലവറിൽ ഫാൾ ചെയ്താൽ വയലറ്റ് കളർ ഒഴികെ ബാക്കി എല്ലാ കളറിനെയും ഇത് അബ്സോർബ് ചെയ്യുന്നു. എന്നിട്ട് വയലറ്റിന് മാത്രം റിഫ്ലക്റ്റ് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് ആ ഫ്ലവറിനെ വയലറ്റ് കളറിൽ കാണുന്നു. ഓക്കെ, ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഹാവ് യു എവർ തോട്ട് about the reason why flowers appear in different colors? അതായത് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് പൂക്കളൊക്കെ വ്യത്യസ്ത കളറുകൾ കാണപ്പെടുന്നതെന്ന്? ദോ they are all illuminated by the same light. എന്താണ്, അവയൊക്കെ ഒരേ പ്രകാശത്തിലാണ് നമ്മൾ കാണുന്നത്, എന്നിരുന്നാലും അവയ്ക്ക് വ്യത്യസ്ത കളർ ഉണ്ടാകുന്നുണ്ട്. എന്തുകൊണ്ടാണ് ചിന്തിച്ചിട്ടുണ്ടോ? ആ ഒരു കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. നമുക്ക് ഫസ്റ്റ് എന്താണ് പഠിക്കാനുള്ളത് നോക്കാം. റിഫ്രാക്ഷൻ ത്രൂ എ ഗ്ലാസ് പ്രിസം. പാസ് എ ബീം ഓഫ് ലൈറ്റ് ഫ്രം എ ലേസർ ടോർച്ച് ത്രൂ എ പ്രിസം ആസ് ഷോൺ ഇൻ ഫിഗർ. ഈ ലേസറിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇറ്റ്സ് മോണോക്രോമാറ്റിക്, എന്ന് വെച്ചാൽ അതിൽ ഒരൊറ്റ കളർ മാത്രമേ ഉണ്ടാകൂ, ഒരൊറ്റ കളറിലുള്ള വേവ് ലെങ്ത് മാത്രമേ ഉണ്ടാകൂ. നമ്മൾ പറഞ്ഞു സൺലൈറ്റ് ഒക്കെ ആണെങ്കിൽ ഇറ്റ്സ് എ മിക്സ്ചർ ഓഫ് ഡിഫറെന്റ് കളേഴ്സ് എന്ന് പറഞ്ഞു. പക്ഷേ ലേസറിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇറ്റ്സ് മോണോക്രോമാറ്റിക്, ഒരൊറ്റ നിറമാണ് അതിലുള്ളത്. ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഇതുപോലെ ഒരു ലേസർ ടോർച്ചിൽ നിന്നുള്ള ലൈറ്റ്, ഒരു ബീം ഓഫ് ലൈറ്റ് ഒരു പ്രിസത്തിലേക്ക് ഇതുപോലെ പാസ് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഹാവ് യു ഒബ്സർവ്ഡ് ദ ഡീവിയേഷൻ ഇൻ ദ പാത്ത് ഓഫ് ലൈറ്റ്? ഇതിന്റെ പാത്ത് ഓഫ് ലൈറ്റിന് ഡീവിയേഷൻ സംഭവിക്കുന്നത് നമുക്ക് കാണാം. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദിസ് ഡീവിയേഷൻ? ഈ ഡീവിയേഷന് റീസൺ എന്താണ്? ദാറ്റ് ഈസ് റിഫ്രാക്ഷൻ. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ടാവും റിഫ്രാക്ഷൻ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ ആ ചാപ്റ്റർ ഒന്ന് വായിച്ചു നോക്കുക. ഇവിടെ എയർ ആണ്, ഇവിടെ പ്രിസം നിർമ്മിച്ച മെറ്റീരിയൽ അത് ഗ്ലാസ് ആയിരിക്കാം അല്ലെ. ഇപ്പൊ ഗ്ലാസ് ആണ്. അപ്പൊ ഇവിടെ ഒബ്ലിക്ലി ആണ് ഇവിടത്തേക്ക് ഈ ഒരു ലൈറ്റ് ഫാൾ ചെയ്യുന്നത് അല്ലെ. അതായത് നമുക്കറിയാം റിഫ്രാക്ഷൻ സംഭവിക്കണമെങ്കിൽ അത് ഒരു ഫേസിലേക്ക്, ഈ ഒരു ഫേസിലേക്ക്, ഫേസ് എ ബി ആണ്, ഇവിടത്തേക്ക് ഇങ്ങനെ ഒബ്ലിക്ലി ചെരിഞ്ഞ് പ്രവേശിക്കുമ്പോൾ മാത്രമാണ് അതിന് റിഫ്രാക്ഷൻ സംഭവിക്കുന്നത്. അതേസമയം ഈ ഇവിടത്തേക്ക് 90 ഡിഗ്രി പെർപെൻഡിക്കുലർ ആയിട്ടാണ് ലൈറ്റ് ഫാൾ ചെയ്യുന്നതെങ്കിൽ അത് അങ്ങനെ തന്നെ പോകും. നമ്മൾ കഴിഞ്ഞ 9ാം ക്ലാസ്സിൽ പഠിച്ച കാര്യമാണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഇങ്ങനെ ഒരു ലൈറ്റ് ഇവിടത്തേക്ക് പാസ് ചെയ്യുമ്പോൾ ഇതെന്ത് ചെയ്യും? ഇങ്ങനെ ഡയറക്റ്റ് ഇങ്ങനെ നേരെ തന്നെ പോകുന്നതിന് പകരം ഇത് കുറച്ച് പെർപെൻഡിക്കുലർ ഉണ്ടല്ലോ, ഇതിന് അടുത്തേക്ക് ഇങ്ങനെ ബെൻഡ് ചെയ്യും ലൈറ്റ്. ഓക്കെ, എയറിൽ നിന്നും ഗ്ലാസ്സിലേക്കാണ് പോകുന്നത്. അത്തരം സാഹചര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ പെർപെൻഡിക്കുലറിനോട് അടുക്കുന്നു ലൈറ്റ് റേ. ഓക്കെ, അതുകൊണ്ട് ഇങ്ങനെ പോകുന്നതിന് പകരം എങ്ങനെ വരച്ചിട്ടുണ്ട്? കുറച്ചൊന്ന് ബെൻഡ് ചെയ്തിട്ട് വരച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതേപോലെ ഇവിടെ നോക്കുക, ഇവിടെ ഗ്ലാസ്സിൽ നിന്നും എയറിലേക്കാണ് പോകുന്നത് അല്ലേ. അപ്പോൾ പെർപെൻഡിക്കുലറിലോട്ട് അടുക്കുകയല്ല, പെർപെൻഡിക്കുലറിൽ നിന്നും അകലുകയാണ് ചെയ്യുന്നത്. കൊണ്ട് ഇങ്ങനെ പോകുന്നതിന് പകരം ഈ പെർപെൻഡിക്കുലർ ഉണ്ടല്ലോ, ഇതിൽ നിന്ന് അകന്നു പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് വരുമ്പോൾ അടുക്കുന്നു, കുറച്ച് ഇങ്ങോട്ട് ബെൻഡ് ചെയ്തു. ഇവിടെ
കണ്ടോ ഇങ്ങനെ പോകുന്നതിന് പകരം കുറച്ച് അകന്ന് പോകുന്നുണ്ട്. ഓക്കെ, ഈ ഒരു കാര്യം റിഫ്രാക്ഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് 9th സ്റ്റാൻഡേർഡിൽ ഫസ്റ്റ് ചാപ്റ്റർ ആണ് അല്ലേ. അപ്പോൾ അത് നിങ്ങളൊന്ന് ജസ്റ്റ് വായിച്ച ആ ബേസ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഉറപ്പുവരുത്തുക. ഇനി നമുക്ക് നോക്കാം ബാക്കി എന്താണ് കൊടുത്തിട്ടുള്ളതെന്ന്. ഐഡന്റിഫൈ ദ ഫേസസ് ഓൺ വിച്ച് ദ ലൈറ്റ് റേ അണ്ടർഗോസ് ഡീവിയേഷൻ. എവിടെയൊക്കെയാണ് അതിന് ഡീവിയേഷൻ സംഭവിക്കുന്നത് അത് ഐഡന്റിഫൈ ചെയ്യണം. ഏതൊക്കെ ഫേസസ് ആണ്? ഫേസസ് എ ബി ആൻഡ് എ സി. ഉണ്ടോ ഇവിടെയും എ ബിയും എ സിയും ഇവിടെയൊക്കെയാണ് ലൈറ്റ് റേക്ക് ഡീവിയേഷൻ സംഭവിക്കുന്നത്. ഡെപിക്ട് ദ പാത്ത് ഓഫ് ലൈറ്റ് റേ ഇൻ യുവർ സയൻസ് ഡയറി. ഈ ഒരു ചിത്രം നിങ്ങൾ വരക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ടുവേഴ്സ് വിച്ച് പാർട്ട് ഓഫ് ദ പ്രിസം ഡസ് ദ ലൈറ്റ് റേ ഡീവിയേറ്റ് വെൻ ഇറ്റ് എൻറ്റേഴ്സ് ഇൻ ടു ദ പ്രിസം ഫ്രം എയർ. ടുവേഴ്സ് വിച്ച് പാർട്ട്, ഏത് ഭാഗത്തേക്കാണ് ഓഫ് ദ പ്രിസം, പ്രിസത്തിന്റെ ഏത് ഭാഗത്തേക്കാണ് ലൈറ്റ് റേ ഡീവിയേറ്റ് ചെയ്യുന്നത്? വെൻ ഇറ്റ് എൻറ്റേഴ്സ് ഇൻ ടു ദ പ്രിസം ഫ്രം എയർ, പ്രിസത്തിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ. കണ്ടോ ഇവിടുന്ന് പ്രിസത്തിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഏത് ഭാഗത്തേക്കാണ് ഇത് ഡീവിയേറ്റ് ചെയ്യുന്നത്? കണ്ടോ ഇതല്ലേ ബേസ് പാർട്ട്, പ്രിസത്തിന്റെ ബേസ് ആണിത്. ഓക്കെ, പ്രിസത്തിന്റെ പാദം എന്ന് മലയാളത്തിൽ പറയും, ഇതിന്റെ ബേസ് അതാണിത്. അപ്പൊ ബേസിനടുത്തോട്ടല്ലേ ഇത് ബെൻഡ് ചെയ്യുന്നത്. കണ്ടോ ഇങ്ങനെ പോകുന്നത് പകരം കുറച്ച് ബേസിനടുത്തോട്ട് ബെൻഡ് ചെയ്യുന്നു. അതാണ് കൊടുത്തിട്ടുള്ളത് ടുവേർഡ്സ് ദ ബേസ് ഓഫ് ദ പ്രിസം. ആൻസർ. അടുത്ത് നോക്കുക. വാട്ട് അബൌട്ട് വെൻ ദ ലൈറ്റ് റേ പാസസ് ഫ്രം ദ പ്രിസം ഇൻ ടു ദ എയർ. ഈ പ്രിസത്തിൽ നിന്ന് എയറിലേക്ക് പ്രവേശിക്കുമ്പോഴോ? നോക്കുക, അപ്പോഴും കണ്ടോ ഇങ്ങനെ പോകുന്നതിന് പകരം താഴത്തേക്ക് ബെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ. അതായത് ബേസിനെ അങ്ങോട്ട് ബെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോഴും നമുക്ക് എഴുതാം വെൻ ലൈറ്റ് റേ പാസസ് ഫ്രം ദ പ്രിസം ഇൻ ടു ദ എയർ ഇറ്റ് അഗെയിൻ ഡീവിയേറ്റ്സ് ടുവേർഡ്സ് ദ ബേസ് ഓഫ് ദ പ്രിസം. ലൈറ്റ് റേ പ്രിസത്തിൽ നിന്നും എയറിലേക്ക് പാസ് ചെയ്യുമ്പോഴും ഇറ്റ് അഗെയിൻ, അത് വീണ്ടും ഡീവിയേറ്റ്സ് ടുവേർഡ്സ് ദ ബേസ് ഓഫ് ദ പ്രിസം, ആ പ്രിസത്തിന്റെ ബേസിലേക്ക് ഡീവിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, കോമൺ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. എന്താണ്? വെൻ ലൈറ്റ് റേ എൻറ്റേഴ്സ് ആൻഡ് ലീവ്സ് ദ പ്രിസം. ആ ലൈറ്റ് റേ പ്രിസത്തിലോട്ട് കയറുമ്പോഴും പിന്നെ പ്രിസത്തിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോഴും ഇറ്റ് ഡീവിയേറ്റ്സ് ടുവേർഡ്സ് ദ ബേസ് ഓഫ് ദ പ്രിസം ഡ്യൂ ടു റിഫ്രാക്ഷൻ. റിഫ്രാക്ഷൻ കാരണം അതെന്താണ്? ബേസിനടുത്തേക്ക് ഡീവിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഒരു പ്രിസത്തിലൂടെ കടത്തിവിട്ടാൽ അത് കുറെ കളേഴ്സ് ആയിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നത് കാണാം. ഇതിനെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ലെറ്റ്സ് പാസ് സൺലൈറ്റ് ത്രൂ എ പ്രിസം ഇൻസ്റ്റെഡ് ഓഫ് ലേസർ ലൈറ്റ്. എന്താണ്? ലേസർ ലൈറ്റിന് പകരം ലെറ്റ്സ് പാസ് സൺലൈറ്റ് ത്രൂ എ പ്രിസം. ഒരു പ്രിസത്തിലൂടെ സൺലൈറ്റിനെ കടത്തിവിട്ടാലോ? ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു രീതിയിൽ കാണാൻ കഴിയും. യൂസിങ് എ പ്ലെയിൻ മിറർ. ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം നോക്കുക. യൂസിങ് എ പ്ലെയിൻ മിറർ, ഒരു പ്ലെയിൻ മിറർ ഉപയോഗിച്ച്, ഓക്കെ, ഒരു കണ്ണാടി ഉപയോഗിച്ച് റിഫ്ലക്ട് സൺലൈറ്റ് ഓൺ ടു എ വൈറ്റ് വാൾ. ഒരു വെളുത്ത വാളിലോട്ട്, ഒരു വൈറ്റ് വാളിലോട്ട്, ചുമരിലോട്ട്. നിങ്ങൾക്കറിയാം അല്ലേ, അതായത് ഇവിടെ സണ്ണുണ്ട്, നിങ്ങൾ ഇങ്ങനെ ഒരു മിറർ ഇവിടെ പിടിക്കുകയാണെങ്കിൽ ഈ ലൈറ്റ് റിഫ്ലക്ട് ചെയ്തിട്ട് ഈ വാളിലേക്ക് അടിക്കും അല്ലേ, നിങ്ങൾക്കറിയാം. പ്ലേസ് എ നാരോ സ്ലിറ്റ് in the path of the sunlight so that only a thin beam of light passes through it. ഈ ഒരു മിററിന് മുമ്പിൽ സൺലൈറ്റ് ഇങ്ങനെ പ്ലെയിൻ മിററിൽ തട്ടിയിട്ട് റിഫ്ലക്ട് ചെയ്തിട്ട് വാളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിനിടയിലായിട്ട് നിങ്ങളൊരു തിൻ ഷീറ്റ് ഓഫ് പേപ്പർ പിടിച്ചു. അതിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്, ചെറിയൊരു സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു കട്ടിയുള്ള പേപ്പറോ മറ്റോ പിടിച്ചിട്ട് ഇങ്ങനെ ഇതിന് മുന്നിൽ വെച്ചിട്ടുണ്ട്. അതിൽ ചെറിയൊരു വിടവ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്ത് കാണാൻ കഴിയും? ആ ഒരു സ്ലിറ്റിലേക്ക് കൂടി മാത്രം സൺലൈറ്റ് പാസ് ചെയ്തിട്ട് ചുമരിൽ ആ സ്ലിറ്റിന് സമാനമായ രീതിയിൽ ഇങ്ങനെ കാണാൻ കഴിയും അല്ലേ, ഒരു വൈറ്റ് ലൈറ്റ് ഇങ്ങനെ കാണാൻ കഴിയും. ഓക്കെ, നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. നൗ യു ക്യാൻ സീ എ വൈറ്റ് പാച്ച് ഓഫ് ലൈറ്റ് ഓൺ ദ വാൾ. ആ വാളിൽ ഒരു വൈറ്റ് പാച്ച് ഓഫ് ലൈറ്റ്, ഒരു പ്രകാശ ഭാഗം, ഒരു വെളുത്ത ഭാഗം നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും. ഇനി പറഞ്ഞിട്ടുള്ളത്, ഇത്ര നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, ജസ്റ്റ് ഒന്ന് ഊഹിച്ചാൽ കിട്ടുന്ന കാര്യമാണ് അല്ലേ. ഇനി പറഞ്ഞിട്ടുള്ളത് അറേഞ്ച് എ പ്രിസം ഇൻ ദ പാത്ത് ഓഫ് ദിസ് ബീം സോ ദാറ്റ് ഇറ്റ് ഫാൾസ് ഒബ്ലിക്ലി ഓൺ വൺ ഓഫ് ഹിസ് സൈഡ്സ്. ഒരു പ്രിസം ഇതിന്റെ ഇടയിൽ വയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ വയ്ക്കണം? അതിലേക്ക് ഈ സൺലൈറ്റ് ഒബ്ലിക്ലി ചെരിഞ്ഞു പതിക്കുന്ന രീതിയിൽ വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നോക്കാം. നോക്കുക, ഇങ്ങനെയാ പറഞ്ഞിട്ടുള്ളത്.
ഇങ്ങനെ ഒരു പ്രിസം ഇതിനിടയിൽ വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സൺലൈറ്റ് ഈ പ്രിസത്തിലോട്ട് ഒബ്ലിക്ലി അല്ലേ പതിക്കുന്നത്, അതായത് പെർപെൻഡിക്കുലർ ആയിട്ടല്ല. ഇതിന് പെർപെൻഡിക്കുലർ വരച്ചാൽ അങ്ങനെ ഉണ്ടാവും കണ്ടോ, ഇങ്ങനെയാണ് പെർപെൻഡിക്കുലർ വരച്ചാൽ ഉണ്ടാവല്. അപ്പോൾ ഇത് ഒബ്ലിക്ലി ചെരിഞ്ഞിട്ടാണ് ഇതിലേക്ക് പതിക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ കഴിയും ഈ ലൈറ്റ് ഇങ്ങനെ സ്പ്ലിറ്റ് ആയിട്ട് ഈ ഒരു രീതിയിലൊരു സ്പെക്ട്രം എന്ന് പറയുന്നതിനെ. ഓക്കെ, സ്പെക്ട്രം താഴെ കൊടുത്തിട്ടുണ്ട്, ആ വേർഡ് താഴെ കൊടുത്തിട്ടുണ്ട്. നമുക്കിങ്ങനെ ഇവിടെ കിട്ടും. ഒരു വൈറ്റ് ലൈറ്റിന് പകരം നമുക്കിങ്ങനെ ഡിഫറെൻറ്റ് കളേഴ്സ് ആയിരിക്കും കാണാൻ കഴിയുന്നത് സ്ക്രീനിൽ, ഈ ചുമരിൽ. ഓക്കെ, അതാ പറഞ്ഞിട്ട് വാട്ട് ഡു യു ഒബ്സർവ്, നിങ്ങൾക്ക് എന്താണ് കാണാൻ കഴിയുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് ശ്രദ്ധിക്കുക, ഇതിന് മുകളിൽ റെഡ്, താഴെ വയലറ്റ്. വയലറ്റിന് നല്ലോണം ഡീവിയേഷൻ സംഭവിച്ചിട്ടുണ്ട്, ബട്ട് റെഡിന് കുറച്ച് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. ഇതെന്തുകൊണ്ടാണെന്ന് താഴെ പറയുന്നുണ്ട്. വാട്ട് ഡു യു ഒബ്സർവ്, നിങ്ങൾക്ക് എന്താണ് കാണാൻ കഴിയുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് വൈറ്റ് ലൈറ്റിന് പകരം ഡോണ്ട് യു സീ ഡിഫറെന്റ് കളേഴ്സ് ആസ് ഇൻ എ റെയിൻബോ ഓൺ ദ വാൾ. എന്താണ് ഇതിന് ഉത്തരം? എന്താണ്? ഇൻസ്റ്റെഡ് ഓഫ് വൈറ്റ് ലൈറ്റിന് പകരം വി ക്യാൻ സീ ഡിഫറെന്റ് കളേഴ്സ് ആസ് ഇൻ എ റെയിൻബോ. മഴവില്ല് കാണുന്നത് പോലെ ഡിഫറെന്റ് കളേഴ്സ് നമുക്ക് ആ വാളിൽ കാണാൻ കഴിയും, ആ ചുമരിൽ കാണാൻ കഴിയും. ഓക്കെ, യു ഹാവ് സീൻ ദാറ്റ് സൺലൈറ്റ് സ്പ്ലിറ്റ്സ് ഇൻ ടു ഡിഫറെന്റ് കളേഴ്സ്. സൺലൈറ്റ് ഒരു ഇതുപോലെ പ്രിസമൊക്കെ വെച്ചാൽ ഡിഫറെന്റ് കളേഴ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ. റെക്കോർഡ് ഇൻ ദ സയൻസ് ഡയറി ദ കളേഴ്സ് ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ഡീവിയേഷൻ, സോറി ഇൻ ദ ഡിക്രീസിംഗ് ഓർഡർ ഓഫ് ഡീവിയേഷൻ. ഇവിടെ ഏറ്റവും കൂടുതൽ ഡീവിയേഷൻ സംഭവിക്കുന്നത് വയലറ്റിനല്ലേ, ഏറ്റവും കൂടുതൽ ഡീവിയേഷൻ സംഭവിക്കുന്നത് വയലറ്റിനാണ്. ഓക്കെ, അപ്പൊ ഇവിടെ പറഞ്ഞ ഡിക്രീസിംഗ് ഓർഡർ ഓഫ് ഡീവിയേഷൻ, ആ ഡീവിയേഷൻ കുറഞ്ഞു കുറഞ്ഞു വരുന്ന ക്രമത്തിൽ എഴുതണം. അപ്പൊ ആദ്യം വയലറ്റ് എഴുതും, പിന്നെ ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്, അതായത് വിബ്ജിയോർ. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഓർമ്മിക്കാൻ എളുപ്പമാണ്. വിബ്ജിയോർ എന്ന ക്രമത്തിൽ ഏറ്റവും കൂടുതൽ ഡീവിയേഷൻ വയലറ്റിനാണ്, ഏറ്റവും കുറവ് റെഡിനാണ്, ബാക്കിയൊക്കെ അതിനിടയിൽ. സ്പെക്ട്രം എന്താണെന്ന് വെച്ചാൽ ഇതാണ്, ഈ ഒരു ഓർഡർ ഉണ്ടല്ലോ, ഇസ് ഓർഡർലി അറേഞ്ച്മെന്റ് ഓഫ് കോമ്പോണന്റ് കളേഴ്സ് ഇൻ വൈറ്റ് ലൈറ്റ്. വൈറ്റ് ലൈറ്റിൽ അടങ്ങിയിട്ടുള്ള ആ കോമ്പോണന്റ് കളേഴ്സ് ഉണ്ടല്ലോ, അതിന്റെ ആ ഓർഡർ ആയിട്ടുള്ള അറേഞ്ച്മെന്റിനെയാണ് പറയുന്നത് സ്പെക്ട്രം എന്ന്. ഓക്കെ, സ്പെക്ട്രം ഈസ് ദ ഓർഡർലി അറേഞ്ച്മെന്റ് ഓഫ് ഡിഫറെന്റ് കോമ്പോണന്റ് കളേഴ്സ് ഇൻ വൈറ്റ് ലൈറ്റ് ഈസ് ദ സ്പെക്ട്രം. ഓക്കെ, അതാണ് വിബ്ജിയോ. ഓക്കെ, അതിന്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി വൈ ഡസ് സൺലൈറ്റ് സ്പ്ലിറ്റ് ഇൻ ടു ഇസ് കോമ്പോണന്റ് കളേഴ്സ് വെൻ ഇറ്റ് പാസസ് ത്രൂ എ പ്രിസം. എന്തുകൊണ്ടാണ് സൺലൈറ്റ് ഡിഫറെന്റ് കളേഴ്സ് ആയിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നത്? ഓക്കെ, ഇവിടെ ലേസറിന് പകരം സൺലൈറ്റ് ഉപയോഗിക്കുന്ന കാരണം എന്താണ്? ലേസർ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു മോണോക്രോമാറ്റിക് ആണ്, ഒരൊറ്റ കളർ മാത്രമേ ഉള്ളൂ. അതേസമയം സൺലൈറ്റ് എന്ന് വെച്ചാൽ അതൊരു മിക്സ്ചർ ഓഫ് കളേഴ്സ് ആണ്. ഓക്കെ, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഒന്ന് നമുക്കറിയാം, ഇവിടെ റിഫ്രാക്ഷൻ സംഭവിക്കുന്നുണ്ട് ലൈറ്റിന്. ഓക്കെ, ഈ റിഫ്രാക്ഷൻ സംഭവിക്കുന്ന ഒരു കാര്യമാണ്, പക്ഷേ ഓരോന്നിനും ഓരോ രീതിയിലാണ് ഡീവിയേഷൻ സംഭവിക്കുന്നത് ഓരോ കളറിനും. അതിന് കാരണം അതിന്റെ വേവ് ലെങ്ത്തിലുള്ള വ്യത്യാസമാണ്. വേവ് ലെങ്ത് എന്താണെന്ന് നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ട് അല്ലേ, അതിലുള്ള വ്യത്യാസമാണ് ആ ഒരു ഡീവിയേഷൻ വ്യത്യാസപ്പെട്ടിരിക്കാൻ കാരണം. അപ്പൊ ഇതിനെ കുറിച്ചിട്ടാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇവിടെ താഴെ. ഓക്കെ, നോക്കുക. ഒബ്സർവ് ദ സ്പ്ലിറ്റിംഗ് ഓഫ് സൺലൈറ്റ് ഇൻ ടു ഇസ് കോമ്പോണന്റ് കളേഴ്സ് when it passes through a prism as shown in figure. ഇത് നിങ്ങൾ നിരീക്ഷിക്കൂ. What could be the reason for the deviation of the light ray? ഈ ലൈറ്റ് റേക്ക് ഡീവിയേഷൻ സംഭവിക്കാൻ എന്താണ് കാരണം? നിങ്ങൾക്കറിയാം എന്താണ്? when light ray passes through a prism, ഒരു പ്രിസത്തിലൂടെ കടന്നു പോകുമ്പോൾ it deviates at the two faces due to refraction. റിഫ്രാക്ഷൻ കാരണമാണ് അതിങ്ങനെ നേരെ പോകുന്നതിന് പകരം ഡീവിയേറ്റ് ചെയ്തു വരുന്നത് എന്ന് നിങ്ങൾക്കറിയാം അല്ലേ. പക്ഷേ ആ ഒരു ഡീവിയേഷനിൽ വ്യത്യാസമുണ്ട്, ഓരോ കളറിലും വ്യത്യസ്ത രീതിയിലാണ് ഡീവിയേഷൻ സംഭവിക്കുന്നത്. അതായത് അതിന്റെ ഡീവിയേഷൻ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അതിനെന്താണ് കാരണം എന്നാണ് താഴെ പറഞ്ഞിരിക്കുന്നത്. ദ ഡീവിയേഷൻ ഈസ് നോട്ട് സെയിം ഫോർ ഡിഫറെന്റ് കളേഴ്സ്. ഓരോന്നിനും സെയിം അല്ല കൊടുത്തിട്ടുണ്ട്. ഈസ് ദിസ് ഡീവിയേഷൻ ദ സെയിം ഫോർ ഓൾ കളേഴ്സ്? എല്ലാ കളേഴ്സിനും ആ ഡീവിയേഷൻ ഒരേപോലെയാണോ? നോ. നമുക്കറിയാം ഏറ്റവും കൂടുതൽ കണ്ടോ, വയലറ്റിനല്ലേ ഏറ്റവും കൂടുതൽ ഡീവിയേഷൻ സംഭവിക്കുന്നത്. കമ്പയർ ദ വേവ് ലെങ്സ് ഓഫ് ദ കളേഴ്സ് ഗിവൻ ഇൻ ടേബിൾ. നോക്കുക, ഈ ടേബിൾ നോക്കുക. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്, വിബ്ജിയോർ. ഇതിൽ വേവ് ലെങ്ത് കൂടുതൽ ഏതിനാണ്? റെഡിനാണ്. കണ്ടോ? വേവ് ലെങ്ത് കുറവോ? വയലറ്റിനാണ്. ഓക്കെ, വയലറ്റ് കളർ ഹാസ് ഷോർട്ടർ വേവ് ലെങ്ത്. ഓക്കെ, ഏതാണ്? ഏകദേശം
380 നാനോമീറ്റർ മുതൽ 440 നാനോമീറ്റർ വരെ ഈ ഒരു റേഞ്ചിലാണ് ഇതിന്റെ വേവ് ലെങ്ത്. ഇതിനിടയിൽ വേവ് ലെങ്ത് ഉള്ള ആ ഒരു പാർട്ടിനാണ് വയലറ്റ് കളർ കിട്ടുന്നതെന്ന് പറയാം. ഇനി നോക്കുക, ഈ ഒരു ചിത്രം കണ്ടോ, ഇത് നിങ്ങൾ സ്ഥിരം ഇടയ്ക്കിടയ്ക്കേ കാണണം. അങ്ങനെ കണ്ട് നിങ്ങൾ എന്താണ് മെമ്മറൈസ് ചെയ്യുന്നത്, അത് നിങ്ങൾക്ക് ഓർമ്മയിൽ ഉണ്ടാവണം. എന്താണ് റെഡ് ആണ് മുകളിൽ, താഴെ യെല്ലോ ആണ്. ഇങ്ങനെ ഈ ഒരു ചിത്രം കാണുക. എന്നിട്ട് ഓർമ്മിക്കണം, ഈ ഡീവിയേഷൻ കുറഞ്ഞ റെഡ് കളർ ഉണ്ടല്ലോ, ഇതിന്റെ വേവ് ലെങ്ത് കൂടുതലാണ്. പിന്നെയോ ഡീവിയേഷൻ കൂടിയ വയലറ്റിന് വേവ് ലെങ്ത് കുറവാണ്. ഈ ചിത്രം സ്ഥിരം കണ്ടിട്ട് ഈ ഒരു കാര്യം ഓർമ്മിക്കാൻ വേണം. എന്താണ് ഡീവിയേഷൻ കുറഞ്ഞ റെഡിന് വേവ് ലെങ്ത് കൂടുതൽ, ഡീവിയേഷൻ കൂടിയ വയലറ്റിന് വേവ് ലെങ്ത് കുറവ്. ഇത് രണ്ടും നിങ്ങൾക്ക് ഓർമ്മിച്ചാൽ, നിങ്ങൾ ഓർമ്മിക്കുകയാണെങ്കിൽ ബാക്കിയൊക്കെ അതിനിടയിലായിട്ട് വരും അല്ലെ. വിയും ആറും ആയി. ബാക്കി വിബ്ജിയോറിന് ഇടയിൽ എന്തൊക്കെ എഴുതാനുണ്ടെന്ന് അറിയാലോ. വി ഐ ബി അങ്ങനെ എഴുതാനുണ്ട്. ഓക്കെ, വിബ്ജിയോർ. ഇനി ഇതൊന്നും നിങ്ങൾ അങ്ങനെ പഠിക്കണമെന്നില്ല, പക്ഷെ നിങ്ങൾ കഴിയുമെങ്കിൽ ഈ വയലറ്റിന്റെയും റെഡിന്റെയും മാത്രം ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചു. ഓക്കെ. വിച്ച് കളർ ഓഫ് ലൈറ്റ് ഹാസ് ദ ഷോർട്ടർ വേവ് ലെങ്ത്? ഇതിൽ ഏത് കളറിനാണ് ഷോർട്ടർ വേവ് ലെങ്ത് ഉള്ളത്? വയലറ്റിനാണ് അല്ലേ. വിച്ച് ഹാസ് ദ ലോങ്സ്റ്റ് കൂടുതൽ വേവ് ലെങ്ത് ഉള്ളത് ഏതിനാണ്? റെഡിനാണ്. റെഡ് ഹാസ് ദ ഷോർട്ടർ വേവ് ലെങ്ത്, സോറി, റെഡ് ഹാസ് ദ ലോങ്സ്റ്റ് വേവ് ലെങ്ത്. ഓക്കെ. വിച്ച് കളർ ഡീവിയേറ്റ്സ് ദ മോസ്റ്റ് ആസ് ഇറ്റ് പാസസ് ത്രൂ എ പ്രിസം? വയലറ്റ് ആണ് ഏറ്റവും കൂടുതൽ ഡീവിയേറ്റ് ചെയ്യുന്നത് അല്ലേ. എന്ത് മനസ്സിലാക്കാം? ഷോർട്ടർ വേവ് ലെങ്ത് കുറഞ്ഞ വയലറ്റ് ആണ് കൂടുതലായിട്ട് ഡീവിയേറ്റ് ചെയ്യുന്നത്. ഞാനിപ്പോ പറഞ്ഞ ഈ ഒരു കാര്യം തന്നെയാണ് ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ടെന്ന് മാത്രം. വിച്ച് ഹാസ് ദ ലീസ്റ്റ് ഡീവിയേഷൻ? ഡീവിയേഷൻ ഏറ്റവും കുറവ് ഏതിനാണ്? റെഡിനാണ് അല്ലെ. ചിത്രം കണ്ടാൽ മനസ്സിലാവുന്നുണ്ടല്ലോ. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ ചേഞ്ചസ് ഒബ്സർവ്ഡ് ഇൻ ദ ഡീവിയേഷൻ ഓഫ് കളേഴ്സ്? കളേഴ്സിന്റെ ഡീവിയേഷൻ ഡിഫറെന്റ് ആണെന്ന് പറഞ്ഞു. അതിന്റെ റീസൺ എന്താണ്? റീസൺ ആണ് ഇത്. ഈ വേവ് ലെങ്ത്തിലുള്ള ചേഞ്ച് ആണ് അതിന്റെ റീസൺ. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദ ചേഞ്ചസ് ഇൻ ദ വേവ് ലെങ്സ് ഓഫ് ദ കളേഴ്സ് ഈസ് ദ റീസൺ. ഓക്കെ, ഇതാണ് വേവ് ലെങ്ത്തിലുള്ള കളേഴ്സിന്റെ വേവ് ലെങ്സിലുള്ള ചേഞ്ചസ്, ആ വ്യത്യാസമാണ് റീസൺ. എന്തിന്റെ? ഈസ് ദ റീസൺ ഫോർ ദ ചേഞ്ചസ് ഒബ്സർവ്ഡ് ഇൻ ദ ഡീവിയേഷൻ. ആ ഡീവിയേഷനുള്ള വ്യത്യാസത്തിന് കാരണം. ഓക്കെ അല്ലേ. ഇനി നോക്കുക, കമ്പയർ ദ ഡീവിയേഷൻ ഓഫ് കളേഴ്സ് വിത്ത് ദെയർ വേവ് ലെങ്സ്. കമ്പയർ ചെയ്യുക എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു കാര്യം മനസ്സിലാക്കുമായിരുന്നു. എന്താണ്? വേവ് ലെങ്ത് കൂടുമ്പോൾ, വയലറ്റിൽ നിന്ന് റെഡിലേക്ക് വരുമ്പോൾ ജസ്റ്റ് നമുക്ക് മനസ്സിലാക്കാം എന്താണ്? വേവ് ലെങ്ത് കൂടുതലാണ്, ഇൻക്രീസ് ചെയ്യുകയാണ് അല്ലേ. അപ്പൊ ഡീവിയേഷൻ കുറവാണ്. അതായത് വേവ് ലെങ്ത് കൂടുമ്പോൾ ഡീവിയേഷൻ കുറയുന്നു. ദ ഡീവിയേഷൻ ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ വേവ് ലെങ്ത്. വേവ് ലെങ്ത് കൂടി വരുമ്പോൾ കണ്ടോ, ഇവിടെ വേവ് ലെങ്ത് കൂടി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡീവിയേഷൻ എന്താകുന്നത്? ഡിക്രീസ്, കുറയുകയാണ് ചെയ്യുന്നത്. ഇനി നോക്കുക, ഇവിടെ നിങ്ങൾക്ക് ജസ്റ്റ് വയലറ്റും റെഡും ഇതിന്റെ രണ്ടിന്റെ കാര്യം മാത്രം അറിയുന്നു വിചാരിച്ചോളൂ. വയലറ്റിന് ഡീവിയേഷൻ എന്താണ്? ഗ്രേറ്റർ ആണ്, കൂടുതലാണ്. റെഡിനോ ഡീവിയേഷൻ ഇസ് ലെസ്, ഡീവിയേഷൻ കുറവാണ്. അതോടൊപ്പം നിങ്ങൾക്കറിയാം വയലറ്റ് ഹാസ് ഷോർട്ടർ വേവ് ലെങ്ത് കുറവാണ്. റെഡ് ഹാസ് ലോങ്ങർ വേവ് ലെങ്ത്. ഈ രണ്ട് കാര്യം അറിയാം. ഇനി നിങ്ങളോട് ജസ്റ്റ് ചോദിക്കുന്നു എന്ന് വിചാരിച്ചോളൂ. എന്താണ്? യെല്ലോയും വയലറ്റും എടുത്താൽ, കണ്ടോ യെല്ലോ ഇവിടെയുണ്ട്, യെല്ലോയും വയലറ്റും എടുത്താൽ ഇതിൽ ഏതിനാണ് ഡീവിയേഷൻ കൂടുതൽ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് ഈ ഒരു ചിത്രമൊന്നും ഇല്ല എന്ന് വിചാരിക്കും. നിങ്ങൾക്ക് ജസ്റ്റ് അറിയാം, വയലറ്റ് അറിയാം, റെഡ് അറിയാം. ഇത് രണ്ടും ഇങ്ങനെ എഴുതി കൊടുക്കുക. താഴെ ഏറ്റവും കൂടുതൽ ഡീവിയേഷൻ ഉള്ള വയലറ്റ്, മുകളിൽ റെഡ്. അപ്പോൾ വയലറ്റ് യെല്ലോ എവിടെ വരും? നമുക്ക് ഇവിടെ എഴുതാം അല്ലേ. വിബ്ജിയോർന്ന് ഫുൾ എഴുതാം. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, അങ്ങനെ എഴുതി വെച്ച് നമുക്കിവിടെ എഴുതി വെക്കാം. അപ്പോൾ യെല്ലോ എവിടെയുണ്ട്? ഉണ്ടോ, ഇവിടെയുണ്ട് യെല്ലോ. യെല്ലോയും വയലറ്റും മാത്രം കൺസിഡർ ചെയ്യാം. ഏതിനാണ് ഡീവിയേഷൻ കൂടുതൽ എന്ന് ചോദിക്കുന്നു. നമുക്കറിയാം വയലറ്റിന് ഏറ്റവും കൂടുതൽ, റെഡിന് ഏറ്റവും കുറവ്. അപ്പോൾ ഇതിനിടയിലല്ലേ യെല്ലോ വരുന്നത്. അങ്ങനെയാണെങ്കിൽ വയലറ്റിനേക്കാളും ഡീവിയേഷൻ കുറവായിരിക്കുമല്ലോ യെല്ലോക്ക്. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കാം. അതേപോലെ വേവ് ലെങ്ത് ആണ് ചോദിക്കുന്നതെങ്കിലോ, ഡീവിയേഷൻ കൂടിയ വയലറ്റിന് വേവ് ലെങ്ത് കുറവാണ്, റെഡിന് വേവ് ലെങ്ത് കൂടുതലാണ്. അപ്പോൾ യെല്ലോയ്ക്ക് വയലറ്റിനേക്കാൾ കൂടുതലാണ് വേവ് ലെങ്ത്. ഓക്കെ, ഇനി നോക്കുക, ഹൗ ഡസ് ദ ഡീവിയേഷൻ ഓഫ് കളേഴ്സ് ചേഞ്ച് വിത്ത് ദ ഇൻക്രീസ് ഇൻ ദ വേവ് ലെങ്ത് ആസ് ഇറ്റ് പാസസ് ത്രൂ എ പ്രിസം? ഒരു പ്രിസത്തിലൂടെ കടന്നു പോകുമ്പോൾ ഹൗ ഡസ് ദ ഡീവിയേഷൻ ഓഫ് കളേഴ്സ്, ആ ഡീവിയേഷൻ ഉണ്ടല്ലോ കളേഴ്സിന്റെ, അതെങ്ങനെ ചേഞ്ച് ചെയ്യുന്നു വിത്ത് ദ ഇൻക്രീസ് ഇൻ ദ വേവ് ലെങ്ത്? ആ വേവ് ലെങ്ത് കൂടുമ്പോൾ ഡീവിയേഷൻ എന്ത് സംഭവിക്കുന്നു? പറഞ്ഞു കാര്യം അല്ലേ. എന്താണ്?
വേവ് ലെങ്ത് കൂടുമ്പോൾ നോക്കുക, വേവ് ലെങ്ത് കൂടുന്ന ക്രമമായത് വയലറ്റിൽ നിന്ന് റെഡിലോട്ട്. അപ്പോൾ ഡീവിയേഷൻ എന്താണ്, കുറയുകയാണ് ചെയ്യുന്നത്. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദ ഡീവിയേഷൻ ഡിക്രീസസ്, ഡീവിയേഷൻ കുറയുന്നു വിത്ത് ദ ഇൻക്രീസ് ഇൻ വേവ് ലെങ്ത്. വേവ് ലെങ്ത് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡീവിയേഷൻ കുറയുകയാണ് ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഓക്കെ, ദ ഡീവിയേഷൻ ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ വേവ് ലെങ്ത്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇനിയൊരു ചോദ്യം, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് question, what are the factors on which the deviation of ray of light depend? ആ ഒരു ഡീവിയേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഒന്ന് നമുക്കറിയാം, എന്താണ്, വേവ് ലെങ്ത് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു അല്ലേ. പിന്നെയോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മീഡിയം. ഒരു പ്രിസം അത് ഏത് മെറ്റീരിയൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? വെദർ ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് ഗ്ലാസ് ഓർ എനി അതർ സബ്സ്റ്റൻസ്. അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ഈ ഡീവിയേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഇത് ഗ്ലാസ് പ്രിസം ആണെങ്കിൽ ഒരു പ്രത്യേക രീതിയിൽ ഡീവിയേറ്റ് ചെയ്യും. ഇനി മറ്റെന്തെങ്കിലും സബ്സ്റ്റൻസ് ആണെങ്കിൽ ആ ഡീവിയേഷനിൽ ജസ്റ്റ് ചെറിയൊരു മാറ്റം ഉണ്ടാകും. ചിലപ്പോൾ ഇത്ര ഡീവിയേറ്റ് ചെയ്യുന്ന കുറച്ച് ഈ ഒരു രീതിയിൽ ചെറിയൊരു മാറ്റത്തോടെ ഡീവിയേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതാണ് പറഞ്ഞിരിക്കുന്നത്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മീഡിയം, ആ ഒരു മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ഈ ഡീവിയേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇത് ഗ്ലാസ് ആണോ ഓർ എനി അതർ സബ്സ്റ്റൻസ്, മറ്റെന്തെങ്കിലും സബ്സ്റ്റൻസ് കൊണ്ട് ഉണ്ടാക്കിയതാണോ എന്നതൊക്കെ അതിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, വെൻ ലൈറ്റ് പാസസ് ത്രൂ എ ഗ്ലാസ് പ്രിസം, ഈ പറഞ്ഞ കാര്യമാണ് തന്നെ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. വെൻ ലൈറ്റ് പാസസ് ത്രൂ എ ഗ്ലാസ് പ്രിസം, ഒരു ഗ്ലാസ് പ്രിസത്തിലൂടെ ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ ഇറ്റ് അണ്ടർഗോസ് റിഫ്രാക്ഷൻ അറ്റ് ദ ടു റിഫ്രാക്റ്റിംഗ് ഫേസസ് ഓഫ് ദ പ്രിസം. അതിന്റെ രണ്ട് ഫേസസിൽ റിഫ്രാക്ഷൻ സംഭവിക്കുന്നു. ദ എക്സ്റ്റെന്റ് ഓഫ് ഡീവിയേഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ്. എത്രമാത്രം ഡീവിയേറ്റ് ചെയ്യുന്നു എന്നത് ലൈറ്റിന്റെ വേവ് ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. റെഡ് ഡീവിയേറ്റ്സ് ദ ലീസ്റ്റ്, റെഡിനാണ് ഏറ്റവും കൂടുതൽ ഡീവിയേഷൻ സംഭവിക്കുന്നത്. ബിക്കോസ്, എന്താണ് കാരണം? ബിക്കോസ് ഓഫ് ഇറ്റ്സ് ലോങ്ങർ വേവ് ലെങ്ത്, അതിന്റെ വേവ് ലെങ്ത് കൂടുതലായതുകൊണ്ടാണ്. വാട്ട് അബൌട്ട് വയലറ്റ്? വയലറ്റ് ആണെങ്കിലോ വിച്ച് ഹാസ് എ ഷോർട്ടർ വേവ് ലെങ്ത്, അതിന് ഷോർട്ടർ വേവ് ലെങ്ത് ആണ്, അതിന് ഡീവിയേഷൻ എന്താണ്, മാക്സിമം ആണ്, മാക്സിമം പരമാവധി ഡീവിയേറ്റ് ചെയ്യുന്നുണ്ട്, അതിന് ഷോർട്ടർ വേവ് ലെങ്ത് ആണ്. വാട്ട് അബൌട്ട് ദ അതർ കളേഴ്സ്? മറ്റ് കളേഴ്സിനെ നോക്കിയാലോ, ദ വേവ് ലെങ്ത് ഓഫ് അതർ കളേഴ്സ് ലൈ ഇൻ ബിറ്റ്വീൻ റെഡ് ആൻഡ് വയലറ്റ്. റെഡിനും വയലറ്റിനും ഇടയിലാണ് അവയുടെ വേവ് ലെങ്ത് അല്ലേ. ഹെൻസ് ദെയർ ഡീവിയേഷൻ ഒക്കേഴ്സ് പ്രൊപ്പോർഷണലി ആൻഡ് ഈസ് അറേഞ്ച്ഡ് ബിറ്റ്വീൻ റെഡ് ആൻഡ് വയലറ്റ്. അതുകൊണ്ട് അവയുടെ ഡീവിയേഷനും അതേപോലെ തന്നെ ആനുപാതികമായിട്ട് പ്രൊപ്പോർഷണലി അറേഞ്ച് ചെയ്യപ്പെടുന്നു, റെഡിനും വയലറ്റിനും ഇടയിലായിട്ട് അറേഞ്ച് ചെയ്യപ്പെടുന്നു. ഇനി നോക്കുക, ഇവിടെ ഒരു എക്സ്പെരിമെന്റ് കൂടി ജസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, ജസ്റ്റ് നോക്കുക. എന്താണ്? പ്ലേസ് എ സ്മോൾ പ്ലെയിൻ മിറർ സ്ലൈറ്റ്ലി ഇൻക്ലൈൻഡ് ഓൺ ഇൻ എ ട്രേ ഓഫ് വാട്ടർ ആസ് ഷോൺ ഇൻ ദ ഫിഗർ. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒരു ട്രേ ഓഫ് വാട്ടറിൽ ഇങ്ങനെ ഒരു പ്ലെയിൻ മിറർ വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അഡ്ജസ്റ്റ് ഇറ്റ്സ് പൊസിഷൻ സോ ആസ് ടു റിഫ്ലക്ട് സൺലൈറ്റ് ഓൺ ടു എ സ്ക്രീൻ. ഇങ്ങനെ സൺലൈറ്റ് ഒരു സ്ക്രീനിൽ റിഫ്ലക്ട് ചെയ്യുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യണം. വാട്ട് ഡു യു ഒബ്സർവ്? എക്സ്പ്ലെയിൻ ബേസ്ഡ് ഓൺ ദ ഡിസ്പെർഷൻ ഓഫ് ലൈറ്റ്. നിങ്ങൾക്ക് എന്ത് കാണാൻ കഴിയുന്നുണ്ട്? യു ക്യാൻ ഒബ്സർവ് സ്പെക്ട്രം ഹിയർ. ഓക്കെ, ഇതെങ്ങനെയാണ് ഇവിടെ ഡിസ്പെർഷൻ സംഭവിക്കുന്നത് നമുക്കറിയാം. ഇവിടെ വാട്ടർ ആണ്. ഓക്കെ, ട്രേയിൽ വാട്ടർ ഉണ്ട്, ഇവിടെ എയർ ആണ്. അപ്പോൾ ഇവിടെ റിഫ്രാക്ഷൻ സംഭവിക്കുന്നു നമുക്കറിയാം അല്ലേ. അങ്ങനെ റിഫ്രാക്ഷൻ സംഭവിച്ചിട്ട് ഇവിടെ ഡിസ്പെർഷൻ സംഭവിക്കുന്നു. അതായത് ഓരോന്നിനും റിഫ്രാക്ഷൻ സംഭവിക്കുന്ന ആ ഒരു ഡീവിയേഷന്റെ ആ ഒരു എക്സ്റ്റെന്റ് വ്യത്യാസപ്പെട്ടിരിക്കും, നമുക്കറിയാം ആ ഒരു കാര്യം. അത് തന്നെ ഇവിടെ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നോക്കാം. ഫ്രം ദ എക്സ്പെരിമെന്റ്സ്, ഈ എക്സ്പെരിമെന്റ്സിൽ നിന്ന് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് സൺലൈറ്റ് ഈസ് കോമ്പോസ്ഡ് ഓഫ് ഡിഫറെന്റ് കളേഴ്സ്. സൺലൈറ്റ് ഡിഫറെന്റ് കളേഴ്സ് കൊണ്ട് നിർമ്മിതമാണെന്ന് നമുക്ക് മനസ്സിലായി. അതുകൊണ്ടല്ലേ നമുക്ക് ഡിഫറെന്റ് കളേഴ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തെടുക്കാൻ കഴിഞ്ഞത്. ഓക്കെ, ഇതാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. എന്താണ് കോമ്പോസിറ്റ് ലൈറ്റ്? വാട്ട് ഈസ് മെൻ ബൈ കോമ്പോസിറ്റ് ലൈറ്റ്? എന്താണ്? ലൈറ്റ് കോമ്പോസ്ഡ് ഓഫ് ഡിഫറെന്റ് കളേഴ്സ് ഈസ് എ കോമ്പോസിറ്റ് ലൈറ്റ്. ഒന്നിലധികം വർണ്ണങ്ങൾ കൊണ്ട് നിർമ്മിതമായ കളേഴ്സ് ലൈറ്റിനെയാണ് കോമ്പോസിറ്റ് ലൈറ്റ് എന്ന് പറയുന്നത്. ഈ കോമ്പോസിറ്റ് ലൈറ്റ് അതിന്റെ കോമ്പോണന്റ് ലൈറ്റ്സ് ആയിട്ട് കളേഴ്സ് ആയിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നതിനെയാണ് ഡിസ്പെർഷൻ എന്ന് പറയുന്നത്. ഡിസ്പെർഷൻ ഓഫ് ലൈറ്റ് ഈസ് ദ ഫിനോമിനൻ ഓഫ് സ്പ്ലിറ്റിംഗ് അപ്പ് ഓഫ് എ കോമ്പോസിറ്റ് ലൈറ്റ് ഇൻടു ഇറ്റ്സ് കോമ്പോണന്റ് കളേഴ്സ്. ഓക്കെ, അതായത് കുറെ മുത്തുകൾ ചേർന്നൊരു മാലയുണ്ടായി, അതേപോലെ ഇവിടെ കുറെ കളേഴ്സ് കൊണ്ട് ലൈറ്റ് ഉണ്ടായി, അതിനാണ് കോമ്പോസിറ്റ് ലൈറ്റ് എന്ന് പറയുന്നത്. ഇനി ആ ഒരു മാല പൊട്ടിയിട്ട് മുത്തുകൾ ചിതറുന്നു, അതേപോലെ ഈ ലൈറ്റിൽ നിന്ന്
അതിന്റെ കോമ്പോണന്റ് കളേഴ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു, അതിനാണ് ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈസ് ദ റെയിൻബോ സീൻ ഇൻ ദ സ്കൈ ഫോംഡ് ബൈ ഡിസ്പേർഷൻ? റെയിൻബോ ഫോം ചെയ്യുന്നത് ഡിസ്പേർഷൻ കാരണമാണോ? യെസ്, ഡിസ്പേർഷൻ കാരണമാണ് റെയിൻബോ ഫോം ചെയ്യുന്നത്. റെയിൻബോ ഫോർമേഷൻ നമുക്ക് താഴെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഹാവ് യു ഒബ്സർവ്ഡ് എ റെയിൻബോ? ക്യാൻ വി ക്രിയേറ്റ് എ റെയിൻബോ ആർട്ടിഫിഷ്യലി? നിങ്ങൾ റെയിൻബോ കണ്ടിട്ടുണ്ടോ? നമുക്കത് ആർട്ടിഫിഷ്യലി ഉണ്ടാക്കാൻ കഴിയുമോ? യെസ്. എങ്ങനെയാണത്? സ്പ്രേ ഫൈൻ ഡ്രോപ്ലെറ്റ്സ് ഓഫ് വാട്ടർ ഇൻ ടു ദ എയർ വെൻ ദ സൺ ഈസ് ഷൈനിങ് ബിഹൈൻഡ് യു. നിങ്ങളുടെ പിറകിൽ സൂര്യൻ ജ്വലിക്കുമ്പോൾ, ഓക്കെ, സൂര്യൻ നിങ്ങളുടെ പിറകിൽ ഉണ്ടാകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതുപോലെ ഫൈൻ ഡ്രോപ്ലെറ്റ്സ് ഓഫ് വാട്ടർ സ്പ്രേ ചെയ്യണം. വാട്ട് ഡു യു ഒബ്സർവ്? എന്ത് കാണാൻ കഴിയുന്നുണ്ട്? ഹാവൻറ്റ് യു ക്രിയേറ്റഡ് ആൻ ആർട്ടിഫിഷ്യൽ റെയിൻബോ? ഒരു ആർട്ടിഫിഷ്യൽ റെയിൻബോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും അപ്പോൾ, അല്ലേ? നിങ്ങളത് ഒരു ആർട്ടിഫിഷ്യൽ റെയിൻബോ ഇപ്പോൾ ഉണ്ടാക്കിയില്ലേ? കമ്പയർ ദ സ്പെക്ട്രം ഒബ്റ്റൈൻഡ് നൗ വിത്ത് ദ കളേഴ്സ് ഓഫ് ദ നാച്ചുറൽ റെയിൻബോ. ഇത് രണ്ടും കമ്പയർ ചെയ്താൽ നിങ്ങൾക്ക് സിമിലർ ആയിട്ട് കാണാം, ഒരേപോലെ ആയിട്ട് കാണാം. ഐഡന്റിഫൈ ദ കളേഴ്സ് യു ഹാവ് ഒബ്സർവ്. അത് നിങ്ങൾ ഒബ്സർവ് ചെയ്ത ആ കളേഴ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് എഴുതി നോക്കുക. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്, അങ്ങനെ അതൊക്കെ എഴുതി വെക്കുക. ഐഡന്റിഫൈ ദ കളേഴ്സ് യു ഹാവ് ഒബ്സർവ്ഡ്. നോട്ട് ദം ഡൗൺ ഇൻ ദ സയൻസ് ഡയറി. നൗ സ്പ്രേ ഫൈൻ ഡ്രോപ്ലെറ്റ്സ് ഓഫ് വാട്ടർ ടുവേർഡ്സ് ദ സൺ. എന്നാൽ സണ്ണിന് നേരെയാണ് നിങ്ങൾ അത് സ്പ്രേ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് റെയിൻബോ കാണാൻ കഴിയില്ല. എ റെയിൻബോ ഈസ് നോട്ട് ഫോംഡ്, ഈസ് ഇറ്റ്? അല്ലേ? എ റെയിൻബോ ഈസ് ഓൾവേസ് ഫോംഡ് ഇൻ എ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദ സൺ. സൂര്യന് ഓപ്പോസിറ്റ് ആയിട്ടാണ് റെയിൻബോ എപ്പോഴും ഫോം ചെയ്യുന്നത്. അതായത് ഇപ്പോൾ റെയിൻബോ ഫോം ചെയ്തിട്ടുള്ളത് ഈസ്റ്റ് ഡയറക്ഷനിലാണെങ്കിൽ, കിഴക്ക് വശത്താണെങ്കിൽ സൺ എവിടെയായിരിക്കും ഉണ്ടാകുന്നത്? സണ്ണ് വെസ്റ്റ് ഡയറക്ഷനിലായിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ, ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വേർ വിൽ ദ സൺ ബി വെൻ റെയിൻബോ ഈസ് സീൻ ഇൻ ദ ഈസ്റ്റ്? റെയിൻബോ ഈസ്റ്റിലായിരിക്കുമ്പോൾ സൺ എവിടെയായിരിക്കും? വെസ്റ്റിലായിരിക്കും. വാട്ട് അബൌട്ട് ദ പൊസിഷൻ ഓഫ് ദ സൺ വെൻ റെയിൻബോ ഈസ് സീൻ ഇൻ ദ വെസ്റ്റ്? റെയിൻബോ വെസ്റ്റ് ആണെങ്കിൽ സൺ ഈസ്റ്റിലായിരിക്കും. ഓക്കെ, അതായത് റെയിൻബോ പടിഞ്ഞാറാണെങ്കിൽ സൂര്യൻ എവിടെയായിരിക്കും? കിഴക്ക് വശത്തായിരിക്കും. ഹൗ ഈസ് എ റെയിൻബോ ഫോംഡ് ഇൻ ദ സ്കൈ? എങ്ങനെയാണ് റെയിൻബോ ഫോം ചെയ്യുന്നത് നോക്കാം. ഒബ്സർവ് ഫിഗർ. വെൻ പാസിംഗ് ത്രൂ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് വേർ ഡു ലൈറ്റ് റേസ് അണ്ടർഗോ റിഫ്രാക്ഷൻ? ഇതുപോലെ വാട്ടർ ഡ്രോപ്സിലെ കൂടി സൺലൈറ്റ് പോകുമ്പോൾ ഇവിടെ രണ്ട് സ്ഥലത്തായിട്ട് റിഫ്രാക്ഷൻ സംഭവിക്കുന്നുണ്ട്. കണ്ടോ? കണ്ടോ? ഇവിടെ ഈ ഒരു ഇന്റർഫേസിൽ ഇവിടെ റിഫ്രാക്ഷൻ സംഭവിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് എക്സിറ്റ് ചെയ്യുമ്പോൾ ഈ ലൈറ്റ് ഈ ഡ്രോപ്പിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോഴും റിഫ്രാക്ഷൻ സംഭവിക്കുന്നുണ്ട്. ഇവിടെയോ? ഇവിടെ ഇന്റേണൽ റിഫ്ലക്ഷൻ സംഭവിക്കുന്നുണ്ട്. കണ്ടോ? ഇന്റേണലി റിഫ്ലക്ഷൻ സംഭവിക്കുന്നുണ്ട്. അപ്പൊ എവിടെയാണ് റിഫ്രാക്ഷൻ സംഭവിക്കുന്നത്? അറ്റ് ദ ഇന്റർഫേസ് ബിറ്റ്വീൻ ദ എയർ ആൻഡ് ദ വാട്ടർ ഡ്രോപ്ലെറ്റ്. ആ എയറിന്റെയും വാട്ടർ ഡ്രോപ്ലെറ്റിന്റെയും ഇന്റർഫേസിലാണ് റിഫ്രാക്ഷൻ സംഭവിക്കുന്നത്. എപ്പോഴൊക്കെയാണ്? ബോത്ത് വെൻ എൻറ്ററിങ് ആൻഡ് എക്സിറ്റിംഗ് ദ ഡ്രോപ്ലെറ്റ്. ഇതിനകത്ത് കയറുന്ന ഈ ഒരു ഭാഗത്ത് കയറുമ്പോഴും ഇതിൽ നിന്ന് ഇറങ്ങുമ്പോഴും, അല്ലെ, ഇതിൽ നിന്ന് ബഹിർഗമിക്കുമ്പോഴും റിഫ്രാക്ഷൻ സംഭവിക്കുന്നു. വാട്ട് ഹാപ്പൻസ് ടു ദ റിഫ്രാക്റ്റഡ് ലൈറ്റ് ഇൻസൈഡ് ദ വാട്ടർ ഡ്രോപ്ലെറ്റ്? അതിനകത്ത് ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ് സംഭവിക്കുന്നത്. എന്ത് പറയാം? ദ ലൈറ്റ് റേസ് അണ്ടർഗോ ഇന്റേണൽ റിഫ്ലക്ഷൻ ഇൻസൈഡ് ദ വാട്ടർ ഡ്രോപ്ലെറ്റ്സ്. എ റേ ഓഫ് ലൈറ്റ് സൺലൈറ്റ് പാസിംഗ് ത്രൂ എ വാട്ടർ ഡ്രോപ്ലെറ്റ് അണ്ടർഗോസ് റിഫ്രാക്ഷൻ ട്വൈസ് ആൻഡ് ഇന്റേണൽ റിഫ്ലക്ഷൻ വൺസ്. 2 തവണ റിഫ്രാക്ഷൻ, പിന്നെ 1 തവണ ഇന്റേണൽ റിഫ്ലക്ഷനും വിധേയമാകുന്നു. ദിസ് ഈസ് എ നാച്ചുറൽ ഫിനോമിനൻ. ഇതൊരു പ്രകൃതി പ്രതിഭാസമാണ്. റെയിൻബോ ഈസ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് ദ കമ്പൈൻഡ് എഫക്റ്റ് ഓഫ് റിഫ്രാക്ഷൻ, ഡിസ്പേർഷൻ ആൻഡ് ഇന്റേണൽ റിഫ്ലക്ഷൻ. ഇതിന്റെ മൂന്നിന്റെയും ഫലമായിട്ടാണ് റെയിൻബോ ഉണ്ടാകുന്നത്. റിഫ്രാക്ഷൻ എന്താണെന്ന് അറിയാം അല്ലേ? അതേപോലെ ഇന്റേണൽ റിഫ്ലക്ഷൻ ഇവിടെ സംഭവിക്കുന്നുണ്ട്. പിന്നെ ഡിസ്പേർഷൻ എന്ന് പറയുന്നത് ഒരു സ്പ്ലിറ്റിംഗ് ആണ്. ഈ ലൈറ്റ് ഇങ്ങനെ സ്പ്ലിറ്റ് ആവുന്നതിനാണ് ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. ഇനി നോക്കുക, ഈ റെയിൻബോയുടെ അടിയിലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന വയലറ്റ് കളറും മുകളിലായിട്ട് റെഡ് കളറും ആയിരിക്കും. അതെങ്ങനെയാണ് വരുന്നതെന്ന് ഇവിടെ താഴെ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ ഈ ഒരു ഡ്രോപ്ലെറ്റ് നോക്കുക, ഒരു സിംഗിൾ ഡ്രോപ്ലെറ്റ് നോക്കുക. അപ്പൊ ഇവിടെ ഡീവിയേഷൻ കുറഞ്ഞത് റെഡ് ആണ് അല്ലേ? അതേപോലെ തന്നെ വരച്ചിട്ടുള്ളത് മുകളിൽ റെഡ്, താഴെ വയലറ്റ്, ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി കുറേയധികം വാട്ടർ ഡ്രോപ്സ് ഉണ്ടാവുമല്ലോ ഇങ്ങനെ. ഇവിടെ 2 എണ്ണത്തിന്റെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ? റെഡ് കണ്ടോ ഇങ്ങനെ ഇവിടെ വന്നിട്ടുണ്ട്, വയലറ്റ് ഇങ്ങനെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ മീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? ഇവിടെ അടുത്തടുത്ത് വരുന്നുണ്ട് അല്ലേ? ഇവിടെയാണ് ഒബ്സർവ് ഉള്ളതെന്ന് വിചാരിച്ചോളൂ. ഒരു ഐയുടെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, ഐ. ഓക്കെ,
അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ കണ്ടോ, റെഡ് മുകളിലും വയലറ്റ് താഴെയായിട്ടല്ലേ കാണുന്നത്. ഇതിനിടയിൽ കുറേ വാട്ടർ ഡ്രോപ്സ് വേറെ ഉണ്ടാവും അല്ലേ. അപ്പോൾ അതിന് ഓരോന്നും ഓരോ കളർ ഇങ്ങനെ വന്ന് ഇപ്പോൾ യെല്ലോ ഒരു ഡ്രോപ്പിൽ നിന്ന് വരുന്നുണ്ടാവും. അത് ഇവിടെ വരും, ഇതിനിടയിലായിട്ട് ഇവിടെ ആയിട്ട് വരും. അങ്ങനെയാണ് നമുക്ക് റെയിൻബോയിൽ താഴെ വയലറ്റും മുകളിൽ റെഡും ബാക്കി നിറങ്ങളൊക്കെ അതിനിടയിലുമായിട്ട് കാണാൻ കഴിയുന്നത്. ഇതുപോലെ താഴെ വയലറ്റ് മുകളിൽ റെഡ്. ഓക്കെ, ഇനി നോക്കുക റീകോമ്പിനേഷൻ ഓഫ് കളേഴ്സ് ഓഫ് ലൈറ്റ്. ഈ കളേഴ്സ് ഓഫ് ലൈറ്റിനെ വീണ്ടും നമ്മൾ കമ്പൈൻ ചെയ്യുന്നു. വി ഗെറ്റ് ഡിസ്പേഴ്സ്ഡ് ലൈറ്റ് ഫ്രം ദ പ്രിസം ഇൻ ദ എക്സ്പെരിമെന്റ് ആസ് ഷോൺ ഇൻ ഫിഗർ. നമ്മൾ മുമ്പ് ഒരു ഫിഗറിൽ ഡിസ്പേഴ്സ്ഡ് ലൈറ്റ് കിട്ടുന്ന ഒരു എക്സ്പെരിമെന്റ് ചെയ്തു അല്ലേ. ഇൻ ദ പാത്ത് ഓഫ് ദ ഡിസ്പേഴ്സ്ഡ് ലൈറ്റ് അറേഞ്ച് ആൻ ഐഡന്റിക്കൽ പ്രിസം ആസ് ഷോൺ ഇൻ ഫിഗർ. അതായത് ഇങ്ങനെ ഡിസ്പേഴ്സ്ഡ് ലൈറ്റ് ഇതിലെ കൂടെ പുറത്തേക്ക് പോകുന്നുണ്ട്. ഈ ഒരു പാത്തിൽ നിങ്ങൾ മറ്റൊരു ഐഡന്റിക്കൽ ആയിട്ടുള്ള പ്രിസം ഇതുപോലെ അറേഞ്ച് ചെയ്യണം. ഇൻവേർട്ടഡ് ആയിട്ട് ഇങ്ങനെ തലതിരിച്ചിട്ട് ഇങ്ങനെ വയ്ക്കണം, അറേഞ്ച് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യും, ഇവിടെ വീണ്ടും റിഫ്രാക്ഷൻ സംഭവിച്ചിട്ട് ഇതിങ്ങനെ കമ്പൈൻ ചെയ്തിട്ട് പുറത്തേക്ക് വൈറ്റ് ലൈറ്റ് തന്നെ വരും. അതായത് ഇവിടുന്ന് വൈറ്റ് ലൈറ്റ് നമ്മൾ ഇവിടെ നിന്ന് ഫാൾ ചെയ്യിപ്പിച്ച ഇതിലേക്ക് വീഴ്ത്തിയാൽ പുറത്തേക്ക് കിട്ടുന്നത് വൈറ്റ് ലൈറ്റ് ആയിരിക്കും. റീകോമ്പിനേഷൻ ടേക്സ് പ്ലേസ്. ഇതിനിടയിൽ കണ്ടോ ഒരു തിൻ എയർ ഫിലിം കൊടുത്തിട്ടുണ്ട് അല്ലേ, ചെറിയ ഗ്യാപ്പ്. രണ്ട് പ്രിസങ്ങൾ ചേർത്ത് വയ്ക്കുമ്പോൾ അതിനിടയിൽ നേരിയ ഒരു എയർ ഫിലിം ഉണ്ടാകും. ഓക്കെ, ഇനി അഥവാ നിങ്ങൾ ഈ ഒരു തിൻ എയർ ഫിലിം വരച്ചിട്ടില്ല എന്ന് ചോദിച്ചോളൂ. അതായത് രണ്ട് പ്രിസങ്ങൾ ചേർത്ത് വെച്ചിട്ട് വരച്ചു എന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇങ്ങനെ സംഭവിക്കുമോ നോക്കുക. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓരോ മീഡിയത്തിൻ്റെ അറിയാലോ. എയറിന് 1, ഗ്ലാസ്സിനൊക്കെ ആണെങ്കിൽ ഏകദേശം 1.52 ഒക്കെ ആയിരിക്കും. ഡയമണ്ടിന് 2.42 ഒക്കെയാണ്. നിങ്ങൾ 9th സ്റ്റാൻഡേർഡിൽ ഡയമണ്ടിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വെച്ചിട്ട് ഒരു പ്രോബ്ലം ഒക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഞാൻ ചേർത്ത് വെച്ചു. ഇതിനിടയിൽ ഒരു എയർ ഫിലിം ഇല്ലെങ്കിൽ ഇതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്ര? 1.5 ഗ്ലാസ്. ഓക്കെ, ഇനി ഇവിടെയും ഗ്ലാസ് തന്നെയല്ലേ, സെയിം മെറ്റീരിയൽ ആണല്ലോ, ഒരേ മീഡിയ ആണല്ലോ, സെയിം മീഡിയ. അതുകൊണ്ട് ഇവിടെയും 1.5. അതായത് ഇവിടെ റിഫ്രാക്ഷൻ സംഭവിക്കുമോ? ഇല്ല. റിഫ്രാക്ഷൻ സംഭവിക്കണമെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വ്യത്യാസപ്പെട്ടിരിക്കണം. ഓക്കെ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഇവിടെ റിഫ്രാക്ഷൻ സംഭവിക്കും. ഇവിടെ സെയിം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അതുകൊണ്ട് ലൈറ്റ് നമ്മൾ ഇങ്ങനെ തന്നെ നീട്ടി വരക്കേണ്ടി വരും. ഓക്കെ, കണ്ടോ, ഇങ്ങനെ തന്നെ വരക്കേണ്ടി വരും. അതുകൊണ്ട് ഈ ഒരു എയർ ഫിലിം വരക്കുന്നതിന് ഇമ്പോർട്ടൻസ് ഉണ്ട് ഇതിനിടയിൽ. ഇത് നോക്കുക, വാട്ട് കൈൻഡ് ഓഫ് ലൈറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ഓൺ ദ വാൾ. നമുക്ക് വാളിൽ കിട്ടുന്ന ലൈറ്റ് വൈറ്റ് ലൈറ്റ് ആയിരിക്കും. വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ ദിസ്. അതിന്റെ കാരണമാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ദ റേസ് ഓഫ് ഡിഫറെന്റ് കളേഴ്സ് ഫ്രം ദ ഫസ്റ്റ് പ്രിസം അണ്ടർഗോ എ ഡീവിയേഷൻ ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ബൈ ദ സെക്കൻഡ് പ്രിസം. അല്ലെ, ഈ ലൈറ്റ് റേസിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഡീവിയേഷൻ സംഭവിക്കുന്നു. ദീസ് റിസൾട്ട്സ് ഇത് എന്തിന് കാരണമാകുന്നു? ഇൻ ദ റീകോമ്പിനേഷൻ ഓഫ് കളേഴ്സ് ടു പ്രൊഡ്യൂസ് വൈറ്റ് ലൈറ്റ് ഓൺ ദ വാൾ. അതിന്റെ റീകോമ്പിനേഷൻ സംഭവിക്കുകയും വൈറ്റ് ലൈറ്റ് തന്നെ നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നു. ഈ ചിത്രം ഒന്ന് വരച്ച് പഠിച്ചു നോക്കുക. ഓക്കെ, ഇങ്ങനെ ഇതിനിടയിലുള്ള ഈ ഒരു റിഫ്രാക്ഷനൊക്കെ ഇവിടെ വരക്കണം. ഇവിടെ ഈ ഒരു ഇന്റർഫേസിൽ വെച്ച് റിഫ്രാക്ട് സംഭവിക്കുന്നുണ്ട്, ഇവിടെ വെച്ച് വീണ്ടും സംഭവിക്കുന്നുണ്ട്. ആരോ മാർക്കൊക്കെ ശ്രദ്ധിക്കുക. ആർ ദർ എനി അതർ കോമ്പോണൻസ് ഇൻ സൺലൈറ്റ് ബിസൈഡ്സ് വിസിബിൾ ലൈറ്റ്. നമുക്ക് കാണുന്ന ഈ ലൈറ്റിന് പുറമെ മറ്റു കോമ്പോണൻസ് ഉണ്ടോ? യെസ്. അത്തരം കാര്യങ്ങൾ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന ടോപ്പിക്കിൽ പഠിക്കാം. താങ്ക് യു.